എരുതിയിലെണ്ണ അത് ഇങ്ങോട്ട് വേണ്ട. മുഖ്യമന്ത്രിയെയും ചാണ്ടിയുമ്മനെയും തമ്മിൽ തല്ലിച്ച് കാണിക്കാനുള്ള മാധ്യമങ്ങളുടെ ആ ശ്രമത്തെ എട്ടാക്കി മടക്കി പോക്കറ്റിൽ വെച്ചോളാനാണ് ചാണ്ടിയുമ്മൻ പറഞ്ഞിരിക്കുന്നത്. സോളാർ കേസിൽ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു മാധ്യമങ്ങളെ ചാണ്ടിയുമ്മൻ നാറ്റിച്ചു വിട്ടത്. സോളാർ കേസിൽ ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്നും മുഖ്യമന്ത്രി ഒഴിവാക്കിയെന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ കള്ളക്കഥയാണെന്നും അതൊന്നും എൻ്റെ അടുത്ത് ചിലവാക്കാൻ നോക്കേണ്ട എന്നുമാണ് തുറന്നടിച്ചത്. മാധ്യമങ്ങൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്ന മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രതികരണമായിരുന്നു ചാണ്ടിയുമ്മൻ നൽകിയത്. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഒഴിവാക്കിയിട്ടില്ല എന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞപ്പോഴും കെ.സി. വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിൽ എത്തുന്നതെന്ന് കൂടി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു. മാധ്യമങ്ങൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് കുറിച്ച് ചോദിച്ചപ്പോൾ ചാണ്ടിയുമ്മൻ പറഞ്ഞത് കുറ്റവിമുക്തമാക്കിയത് ചർച്ച ചെയ്യണം എന്നായിരുന്നു. മുഖ്യമന്ത്രി കെ.എസ്.യുവിനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുകൂടി പറഞ്ഞ ചാണ്ടിയുമ്മൻ അത്തരം വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട എന്നും തുറന്നടിച്ചു. ഇവിടെ UDF ഭരണത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ഭരണം നന്നായി മുന്നോട്ട് പോകുമ്പോൾ അതിലെങ്ങനെയെങ്കിലും ഒരു വിള്ളലുണ്ടാക്കാൻ നോക്കുന്ന മാധ്യമങ്ങളുടെ അജണ്ടകൾ ജനങ്ങൾ എന്നേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ്. മുഖ്യമന്ത്രി കെ.എസ്.യുവിനെ മോശമായി പറഞ്ഞുവെന്ന് വരുത്തി തീർക്കുവാനും ചിലർ നോക്കുകയാണ്. അത്തരം പറച്ചിലൊന്നും ആരും നടത്തേണ്ട എന്നും അങ്ങനെയൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നും ചാണ്ടിയുമ്മൻ ഇവിടെ അടിവരയിട്ട് പറഞ്ഞു. വിവാദങ്ങൾ ഉണ്ടാക്കി യൂട്യൂബിലും TV-യിലും വ്യൂസ് കൂട്ടാൻ നോക്കുന്ന മഞ്ഞപ്പത്ര സംസ്കാരത്തിനാണ് ചാണ്ടിയുമ്മൻ ഇവിടെ അന്ത്യം കുറിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനും ചാണ്ടിയുമ്മനും കോൺഗ്രസും ഒറ്റക്കെട്ടാണ് എന്ന് ഈ ഒരൊറ്റ അഭിപ്രായത്തിലൂടെ ചാണ്ടിയുമ്മൻ വീണ്ടും തെളിയിച്ചു. ഈ കൂട്ടുകെട്ടിൽ വിള്ളുണ്ടാക്കാമെന്ന് ആരും മോഹിക്കേണ്ടതില്ല. കെട്ടിച്ചമച്ച വാർത്തകളുമായി വരുന്നവർക്ക് ഇനിയെങ്കിലും സ്വയം വിമർശനം നടത്തിക്കൂടെ? മാധ്യമങ്ങൾക്ക് അവരുടെ പണിയെടുത്താൽ പോരെ എന്നായിരുന്നു ചാണ്ടിയുമ്മൻ തകർത്താടിയത്. ആ വീഡിയോ ചേർക്കുന്നുണ്ട്, കാണാം. എപ്പോഴോ വിവാദത്തിൽപ്പെടുത്തി 10 വർഷമായി. അപ്പോൾ ഇനിയും വിവാദത്തിലേക്ക് പെടുത്തരുത്. വീണ്ടും ഒരു വിവാദത്തിന് സ്കോപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഞാനൊന്ന് മുഖ്യമന്ത്രി ഓഫീസുമായിട്ട് സംസാരിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം രാവിലെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് എത്താൻ എന്നും ഉച്ചയ്ക്കുള്ളിൽ അദ്ദേഹം പുതുപ്പള്ളി പള്ളിയിൽ എൻ്റെ പിതാവ് വിശ്രമിക്കുന്ന സ്ഥലത്ത് വന്ന് അദ്ദേഹം ആദരവ് അർപ്പിച്ചിട്ട് പോകുമെന്നാണ് എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. എനിക്ക് മുഖ്യമന്ത്രി കിട്ടിയില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിവാദമാക്കുക. ഞാൻ ഞാൻ പറയുകയാണ്, എൻ്റെ ഫാദറിൻ്റെ അനുസ്മരണമാണ്, അതിനെ നിങ്ങളിങ്ങനെ വിവാദമാക്കരുത്. ജീവിച്ചിരുന്നപ്പോഴോ വിവാദത്തിൽപ്പെടുത്തി 10 വർഷമായി. അപ്പോൾ ഇനിയും വിവാദത്തിലേക്ക് പെടുത്തരുത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. മുഖ്യമന്ത്രി പുതുപ്പള്ളിയിൽ വരും എന്നുള്ള സംശയം മാത്രമല്ല, അദ്ദേഹത്തെ ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സമ്മിറ്റ് എന്ന പേരിൽ 2 വർഷം മുമ്പ് ഒരു പരിപാടി നടത്തപ്പോൾ അതിനും ഒരു വിവാദം ഉണ്ടായതാണ്. ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ആ ലീഡർഷിപ്പ് സമ്മിറ്റിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയം കിട്ടുവാണെങ്കിൽ അതിലും അദ്ദേഹം പങ്കെടുക്കും. ഈ കെ.എസ്.യുവിൻ്റെ ഒരു വിവാദം അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഗവൺമെന്റ് അത് ഞാനൊരു സംശയമില്ല. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് എല്ലാ ആസ്പെക്ട്സും അറിയാവുന്ന ആളാണ്. ഇപ്പം ഈ ലീഡർ നിയമനം എന്ന് പറയുമ്പോൾ നിയമമന്ത്രി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നിയമ സെക്രട്ടറിയും അതുമാത്രമല്ല ഈ എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും യോഗ്യതയും അയോഗ്യതയൊക്കെ അറിയുന്ന വ്യക്തിയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല. അപ്പം ആ ഒരു തലത്തിൽ അതിനെ കണ്ടാൽ മതി. അദ്ദേഹമായിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിനെ വലിയൊരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് ആ കാര്യം. അല്ല, KSUക്കാർക്ക് ഒരു അഭിപ്രായം പറയുന്നതിന് പ്രശ്നമില്ലല്ലോ. അത് അവർ KSU തലത്തിൽ അവർക്ക് പറയാം. പക്ഷേ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി കാഴ്ചപ്പാട് ഇതായിരിക്കാം. മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഏറ്റവും നല്ല രീതിയിലായിരിക്കും ആ സെലക്ഷൻ നടത്തിയെന്നായിരിക്കും അത് ഉദ്ദേശിച്ചത്. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ വാക്കാണ് പ്രശ്നം. KSU യൂണിറ്റ് കമ്മിറ്റിക്ക് എന്ത് കാര്യം? അപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചോദിക്കുന്നത് ഞങ്ങൾ കൂടി പണിയെടുത്തിട്ടല്ലേ ഈ സംവിധാനം ഉണ്ടായത്, പിന്നെ കാര്യം എന്താണെന്ന് ചോദിക്കുന്നതിലൊരു ഞാൻ അതിനുള്ള കൃത്യമായ ഉത്തരം പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ്. ആ ഒരു തലത്തിൽ അതിനെ കണ്ടാൽ മതി. അദ്ദേഹം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. മനസ്സിലായി? ഇപ്പം എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ആ തലത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഒരിക്കലും വേറൊരു അർത്ഥം അതിന് കൊടുക്കേണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ.